ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുമക്കളെ സുഖമാണോ? സിസ്റ്റർ വിശ്വസിക്കുന്നു മക്കൾക്കെല്ലാം സുഖമാണ്, സന്തോഷമാണ്. പഠനം ഒരു ഭാരമല്ല, കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതല്ല. പഠനം ആസ്വദിച്ച് പഠിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചിട്ടുണ്ടോ? കുഞ്ഞു തുമ്പി, വളരെ ലോലമായ ഭംഗിയുള്ള തുമ്പി. അപ്പോൾ ചിലർ തുമ്പിയെ കൊണ്ട് വളരെ ഭാരമുള്ള കല്ല് ചുമപ്പിക്കും. ഇതുപോലെ പഠനം ഒരിക്കലും ചുമന്ന് ഭാരപ്പെട്ട് പഠിക്കേണ്ടതല്ല. അതിനുള്ള ചില സൂത്രവിദ്യകൾ സിസ്റ്റർ പറഞ്ഞുതരാം. ഒരു 4 മെത്തേഡ് സിസ്റ്റർ പറഞ്ഞുതരാം. ഓക്കെ. 1, അറിവ് വേണോ ജ്ഞാനം വേണോ? അറിവ്, നോളജ്. ജ്ഞാനമെന്ന് പറഞ്ഞാൽ വിസ്ഡം. ഏത് വേണം? അപ്പം പറയും രണ്ടും വേണം. ഓക്കെ, രണ്ടും വേണമെങ്കിൽ ഏതാണ് ഏറ്റവും പ്രധാനം? അറിവാണോ നോളജാണോ ഏറ്റവും പ്രധാനം, അതോ വിസ്ഡമാണോ ഏറ്റവും പ്രധാനം? വിസ്ഡമാണ് പ്രധാനം. അറിവ് ലോകം തരും. നമ്മൾ മൊബൈലിൽ നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടും, ബുക്ക് വായിക്കുമ്പം കിട്ടും, ടീച്ചേഴ്സ് പറഞ്ഞു തരും, വീട്ടിൽ നിന്ന് പറഞ്ഞു തരും, സെമിനാർസ് കൂടുമ്പോഴും ധ്യാനിക്കാൻ പോകുമ്പോഴും ഒക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് അറിവ് കിട്ടും. നമ്മുടെ തലച്ചോറ് നമുക്ക് വലുതാക്കാം. ഈ ജ്ഞാനമെന്ന് പറയുന്നത് കടയിൽ കിട്ടത്തില്ല, മറ്റുള്ളവരിൽ നിന്ന് കിട്ടത്തില്ല. അത് മുകളിൽ നിന്ന് ദൈവം തമ്പുരാൻ തന്നെ തരണം. ഓക്കെ. ഉദാഹരണത്തിന് നമ്മൾ ലൂക്ക 2:52 കാണും, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഓക്കെ. ഇനി നമുക്ക് അങ്ങനെയുള്ള ഒരു റേഞ്ചിൽ വളരാൻ പറ്റുമോ? ജ്ഞാനമുള്ളവരായി മാറാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് പറ്റും. നമ്മൾ വചനമുണ്ട്, നിറയെ വചനം ഇതിലുണ്ട്. അപ്പം ചില വചനങ്ങൾ സിസ്റ്റർ പറഞ്ഞുതരാം. പ്രഭാഷകൻ 6:32 പറയുന്നുണ്ട്, മകനെ മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് വിചാരിച്ചാൽ എനിക്കും പറ്റും, ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്ക് സമൃദ്ധനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്രചിത്തൻ വിവേകിയും. എന്ന് വെച്ചാൽ മനസ്സുണ്ടെങ്കിൽ പറ്റുമെന്നല്ലേ അർത്ഥം. വചനം സപ്പോർട്ടാണ്. നമ്മുടെ 1 രാജാക്കന്മാർ 4:29 കാണും. എന്ന് വെച്ചാൽ സോളമൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കഥയുണ്ട്. അതിൽ 1-ാം ഭാഗത്തിൽ പറയുന്നത് 4:29, 1 രാജാക്കന്മാർ, ദൈവം സോളമന് അഗാധമായ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും നൽകി. അപ്പോൾ ജ്ഞാനം നൽകിയതാരാ? ഉടയതമ്പുരാണ്, ദൈവമാണ്. ഓക്കെ. ഇനി യാക്കോബ് 1:5 കാണും, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ, അവിടുന്ന് അവന് നൽകും, കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. അപ്പം ഞാൻ എവിടെ നിന്നാണ് വരുന്നത്? മുകളിൽ നിന്ന്. ഞാൻ 9:4 ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനം അയച്ച് എന്നെ പഠിപ്പിക്കണമേ, അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് തിരസ്കരിക്കരുതേ. കേട്ടോ. അപ്പം ജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഒരു സാഹചര്യത്തിൽ എങ്ങനെ പറയണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമ്മളെ സഹായിക്കുന്നതാണ് ജ്ഞാനം. അറിവുണ്ടായിട്ട് കാര്യമില്ല. ഓക്കെ, അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം. ഫോർ എക്സാമ്പിൾ, ഡ്രഗ്സ് അറിയാലോ. കുഞ്ഞുമക്കൾക്ക് അറിയില്ലായിരിക്കാം, എങ്കിലും കേട്ടിട്ടുണ്ടാവും. ന്യൂസ് പേപ്പറിലും മാധ്യമങ്ങളിലൊക്കെ കാണും. ഡ്രഗ്സിൻ്റെ വിൽപ്പന സ്കൂളിലുണ്ട്, കുട്ടികളെടുക്കുന്നു, കോളേജിലെടുക്കുന്നുണ്ട്. അതൊക്കെ അടിച്ച് ചേട്ടന്മാർ സ്വന്തം അമ്മയെ കൊല്ലുന്നു, അങ്ങനെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഈ ഡ്രഗ്സ്, ഉദാഹരണത്തിന് നിങ്ങളോട് പറയുവാണ്, ഡ്രഗ്സ് നിങ്ങൾ കഴിക്കണ്ട. ഈ ഒരു കുഞ്ഞി പാക്കറ്റ് ഇതുകൊണ്ട് ആരും കാണാതെ കൊണ്ടുപോയി അപ്പുറത്തെ സ്കൂളിൽ ഒരു ചേട്ടന് കൊടുക്കണം, നിങ്ങൾക്കൊരു 1000 രൂപ തരാം. ഓക്കെ, ചുമ്മാ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാൻ കഴിക്കുന്നില്ലല്ലോ ഡ്രഗ്സ്, ഞാൻ എടുക്കുന്നില്ല, ഞാൻ ഒരു ഏജൻറ്റായി ഞാൻ കൊണ്ടുപോയി കൊടുക്കുക മാത്രം ചെയ്യാം. എനിക്ക് കാശ് ഭയങ്കര അത്യാവശ്യമാണ്, വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, 1000 രൂപ കിട്ടിയാൽ വളരെ നല്ലത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഓപ്ഷൻ 2 ഉണ്ട്. കൊണ്ടുകൊടുക്കാം, 1000 രൂപ വാങ്ങിക്കാം, പോക്കറ്റിലിടാം, അല്ലെങ്കിൽ വേണ്ടാന്ന് പറയാം. ജ്ഞാനമുള്ളവൻ എന്ത് ചെയ്യും? അവന് അറിവുണ്ട്, ഇത് തെറ്റാണ്, ഡ്രഗ്സ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ വ്രണപ്പെടുത്തും, ഇത് കഴിക്കുന്നവർ 8 വർഷത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം വളരെ ഡേഞ്ചറാണ്, നമ്മൾ കൊടുക്കാനും പാടില്ല, കഴിക്കാനും പാടില്ല. അങ്ങനെയുള്ള നമുക്ക് അറിവുണ്ട്, പക്ഷേ നമ്മളത് ചെയ്യുവാണെങ്കിലോ 1000 രൂപയ്ക്ക് വേണ്ടി ഇത് വിൽക്കുവാണെങ്കിലോ നമ്മൾ അറിവ് മാത്രമേ ഉള്ളൂ, ജ്ഞാനമില്ല. എന്നാൽ നമ്മൾ പറയണേ, ഇല്ല, ഞാൻ നിങ്ങൾ 10,000 രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ വിൽക്കാൻ പോണില്ല, കൊടുക്കാൻ പോണില്ല. അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുത്താൽ നിങ്ങൾ ജ്ഞാനമുള്ളവരാണ്. അപ്പോൾ ഈശോയോട് ഒന്നാമതായി നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടത്, പഠനം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നമുക്ക് വേണ്ടത് എന്താ? ജ്ഞാനം. അപ്പോൾ ആദ്യം നമ്മൾ ദൈവമേ ഇതുപോലെ വചനം പഠിക്കുക. അതാ യാക്കോബ് 1:5, ജ്ഞാനം 9:4, 1 രാജാക്കന്മാർ 4:29, ഇതുപോലെ പല വചനങ്ങൾ
കോട്ട് ചെയ്ത് പഠിക്കുക. ദൈവമേ, അവർക്ക് ജ്ഞാനം കൊടുത്തതുപോലെ എനിക്ക് ജ്ഞാനം തരണമേ, എന്നെയും ഉയർത്തണമേ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം പ്രാർത്ഥിക്കണം ജ്ഞാനത്തിന് വേണ്ടി. രണ്ടാമത്തെ കാര്യം, സാധാരണ കുഞ്ഞു മക്കൾക്കുള്ള പ്രശ്നമാണ് പഠിക്കും മറക്കും. ഓക്കെ, ഇന്ന് പഠിച്ചു, കുത്തിയിരുന്ന് അരമണിക്കൂർ പഠിച്ചു, 2 ആഴ്ച കഴിഞ്ഞ് എക്സാമിൻ്റെ തലേ ദിവസം അല്ലെ 2 ദിവസം മുമ്പ് ഇതുപോലെ മറിച്ച് നോക്കുമ്പോൾ ദൈവമേ എല്ലാം മറന്നുപോയി. ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ 3/4 ഭാഗവും മറന്നുപോയി. ഇനിയും അരമണിക്കൂർ ഇരുന്ന് പഠിക്കണം, സമയവും ഇല്ല, എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരവസ്ഥയാവും അല്ലേ? അപ്പം ടെൻഷൻ അടിക്കേണ്ട. ഒരു സൂത്രമുണ്ട്. കാരണം ഇതാണല്ലോ നമ്മുടെ തലച്ചോറ്. ഈ തലച്ചോറിന് അല്ലെങ്കിൽ മെമ്മറിക്ക് ഒരു പവറുണ്ട്. ആദ്യം പഠിക്കുക. ഉദാഹരണത്തിന് നമ്മൾ അരമണിക്കൂറിന് പഠിച്ചു, ലാ സംഭവങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ വീണ്ടും ആവർത്തിക്കണം. ഓക്കെ, എന്താ, ഒരു പുതിയ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിന് മുമ്പിൽ ചുമ്മാ നമ്മൾ ഓക്കെ അതിൻ്റെ ടൈറ്റിൽ ഇതാണ്, അതിൻ്റെ കണ്ടൻറ്റ് ഇതാണ്, ഓക്കെ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഓർക്കുന്നു. ഓക്കെ, 10 മിനിറ്റ് പോരെ, 5 മിനിറ്റ് പോരെ? ഓക്കെ, 1 മണിക്കൂറിനുള്ളിൽ ആവർത്തിച്ചു. ഇനി 24 മണിക്കൂറിനുള്ളിൽ 1 പ്രാവശ്യം കൂടി ആവർത്തിക്കണം. ഓക്കെ, 24 മണിക്കൂറിനുള്ളിൽ 1 പ്രാവശ്യം കൂടി നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ സംഭവം സെറ്റ്. ഇനി 4മത്തത്, ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഭാഗം നമ്മൾ വീണ്ടും ഒന്നും കൂടി റിവൈസ് ചെയ്താൽ, ആവർത്തിച്ചാൽ പിന്നെ നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോകത്തില്ല, ഉറപ്പ്. ഓക്കെ, തെളിയിച്ച കാര്യമാണ്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ 1 മണിക്കൂറിനുള്ളിൽ ആവർത്തിക്കുക, 24 മണിക്കൂറിനുള്ളിൽ ആവർത്തിക്കുക, ഒരാഴ്ചക്കുള്ളിൽ ആവർത്തിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ആ ഭാഗം വേഗം മറന്നു പോകത്തില്ല. അപ്പോൾ പഠിക്കുന്നു മറക്കുന്നു, അത് നമുക്ക് കാണത്തില്ല. ഓക്കെ, എൻ്റെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. പലരും പലതരത്തിലാണല്ലോ. ചിലവർക്ക് കേട്ട് പഠിക്കുന്നത് വേഗം മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു കമ്പൈൻ സ്റ്റഡി നടത്താം, ഡിസ്കസ് ചെയ്ത് പഠിക്കാം, കൂട്ടുകാരെ പഠിപ്പിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ പറയുന്നത് തന്നെ നമ്മൾ കേൾക്കുന്നു, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നു. ഓക്കെ, കേട്ട് പഠിക്കുന്നു, ഓഡിറ്ററി എന്ന് പറയും. രണ്ടാമത്തത് വിഷ്വൽ, കണ്ടുപഠിക്കുന്നവരെന്നെ ബുക്കിൽ വരയ്ക്കുന്നു, ഓക്കെ നോക്കുന്നു, പഠിക്കുന്നു. മൂന്നാമത്തത് കിനസ്തെറ്റിക്, തൊട്ട് ചിലവർക്ക് എഴുതി അതിനെ കളറടിച്ച് ഹൈലൈറ്റർ ചെയ്ത് മാർക്ക് ചെയ്ത് ഇങ്ങനെ വിരലൊക്കെ ഓടിച്ച് പടം വരച്ച് ഒക്കെ പഠിക്കുന്നത്, തൊട്ടും കണ്ടും ഒക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതാണോ നമുക്ക് ടേസ്റ്റ് ഉള്ളത്, നമുക്കിഷ്ടമുള്ളത്, ആ മെത്തേഡ് കൂടുതൽ പ്രയോഗിക്കാം. കണ്ടും തൊട്ടും പഠിക്കുന്നവരെന്നാ ചെയ്യണം? കളറടിക്കണം, ബുക്കിൽ എഴുതണം, എഴുതി മാർക്ക് ചെയ്യണം, സ്കെച്ച് പെന്നുപയോഗിച്ചോ പിന്നെന്താ പടങ്ങളൊക്കെ വരച്ച് മാർക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, പിടികിട്ടിയല്ലോ. ഇനി ലാസ്റ്റ് മെത്തേഡ് സ്റ്റിക്കി നോട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് അല്ല കേട്ടോ, ഇനി ഒന്നും കൂടിയുണ്ട്. നമ്മൾ എഴുതുക, നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, ആ സാധനം ഇപ്പം FLAG ഫ്ലാഗ് നമുക്ക് എഴുതി, ഇതിന് നമ്മൾ വീട്ടിൽ ടേബിൾ ഉണ്ടാവുമല്ലോ, ടേബിള് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുവര് ഇതുപോലെ നമ്മൾ ഓക്കെ ഡിസിസിനെ പൊട്ടിക്കാൻ പറ്റുന്നില്ല, ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക. ടേബിളിലൊക്കെ നന്നായിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡോറുണ്ടല്ലോ, റൂമിൻ്റെ ഡോറ്, അപ്പോൾ ഡോറ് കുറ്റിയിടുമ്പോൾ നമ്മൾ കാണും, അത് തുറക്കുമ്പം കാണും. അപ്പോൾ നമ്മൾ കണ്ണ് വേഗം പതിക്കുന്ന സ്ഥലത്തിൽ നമ്മൾ പഠിക്കേണ്ട ഭാഗം ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കുക. ഒട്ടിച്ച് വെക്കുമ്പോൾ വേഗം നമ്മൾ പഠിക്കും. അതിനെ പറയുന്ന പേരാണ് സ്റ്റിക്കി നോട്ട്. ഇനി ഒന്നും കൂടിയുണ്ട്, ലാസ്റ്റ് നല്ല പവർഫുള്ളായ മെത്തേഡാണ് ലിങ്കിങ് മെത്തേഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ ലിങ്ക് ചെയ്ത് പഠിക്കുന്ന ഒരു സാധനം. ഫോർ എക്സാമ്പിൾ, പഠിക്കേണ്ട ചില കാര്യങ്ങളുടെ ആദ്യത്തെ പേരുകളെടുത്ത് അല്ലെങ്കിൽ ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ ഒരു കഥാരൂപത്തിൽ അല്ലെങ്കിൽ ഒരു വാക്കുണ്ടാക്കി പഠിക്കുന്നു. ഉദാഹരണത്തിന് ഇതെന്താ മക്കൾ വായിച്ചേ? ഫ്ലാഗ്. ഈ ഫ്ലാഗ് ഷോർട്ട് ഫോമാണ്. ശരിക്കും ഇത് നെഗറ്റീവ് വികാരങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മാറ്റി നിർത്തേണ്ട കുറച്ച് വികാരങ്ങളാണിത്. ഫിയർ എന്ന് പറഞ്ഞാൽ എന്നാ? പേടി, ഭയം. ലോൺലിനെസ് ഒറ്റപ്പെടൽ. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാട്ടിൽ മുതിർന്നവരോട് പറയുക, അവർ നമ്മളെ സഹായിക്കും. ഓക്കെ. ആങ്കർ, ദേഷ്യം. പിന്നെന്താ? ഗിൽറ്റ്, അമിതമായ കുറ്റബോധം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടാത്ത സ്വഭാവ രീതികളാണ്. അപ്പോൾ ഇത് മറക്കാതെ ഓർഡറായിട്ട് ഫിയർ, ലോൺലിനെസ്, ആങ്കർ, ഗിൽറ്റ് ഇതെങ്ങനെ പഠിക്കും? മറന്നു പോകാതിരിക്കാൻ സിസ്റ്റർ ഉപയോഗിച്ച മെത്തേഡ് ഫ്ലാഗ് അറിയാലോ, നമ്മുടെ കൊടി. ഫ്ലാഗിൻ്റെ സ്പെല്ലിംഗ് FLAG. അപ്പോൾ ഇതെങ്ങനെ പറയും? F മീൻസ് ഫിയർ, A മീൻസ് ആങ്കർ,
L മീൻസ് ലോൺലിനെസ്, G മീൻസ് ഗിൽറ്റ്. പഠിച്ചല്ലോ. ഇതുപോലെ ഷോർട്ട് ഫോം ഉണ്ടാക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താണെന്നറിയാവോ? കുട്ടികളുടെ അവകാശമാണ്. ഓക്കെ, 4 അവകാശങ്ങളുണ്ട്. റൈറ്റ് ടു സർവൈവൽ, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ, റൈറ്റ് ടു ഡെവലപ്മെൻറ്റ്, റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ. എന്ന് വെച്ചാൽ ജീവിക്കാനുള്ള അവകാശം, സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം, ഉന്നമനത്തിനുള്ള അവകാശം, പങ്കാളിത്തം. ഓക്കെ, ഇത് നമ്മൾ മറക്കരുത്. പല കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇത് ചിലപ്പോൾ തെറ്റിപ്പോവും. അതിൻ്റെ ഷോർട്ട് ഫോമാണ് SPDP. അപ്പോൾ S എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സർവൈവൽ, P എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ, D എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഡെവലപ്മെൻറ്റ്, വീണ്ടും P റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ. വേഗം പഠിച്ചില്ലേ? അപ്പോൾ 4 കുട്ടികളുടെ അവകാശങ്ങൾ നമ്മൾ വേഗം പഠിച്ചു. ഇതുപോലെ ഷോർട്ടാക്കി ആദ്യ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു വാക്കോ വാചകം ഉണ്ടാക്കി പഠിക്കണം. പഠിച്ചോ മക്കളെ? അപ്പോൾ 4 മെത്തേഡാണ് ഇന്ന് സിസ്റ്റർ പറഞ്ഞത്. നമുക്കും പറ്റും, ജ്ഞാനികളാകാൻ നമുക്കും പറ്റും. അപ്പം ജ്ഞാനം തരുന്ന ദൈവത്തിനോട് ചോദിച്ച് പഠിക്കണം. അറിവ് കിട്ടിയിട്ട് കാര്യമില്ല, അതെങ്ങനെ പ്രയോഗിക്കണം, എപ്രകാരം പ്രയോഗിക്കണം എന്നൊക്കെ നമുക്കറിയണം. ഓക്കെ. രണ്ടാമത്തേതോ, പഠിച്ച് മറക്കും. അങ്ങനെ മറക്കാതിരിക്കാൻ പഠിക്കുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറഞ്ഞു സിസ്റ്റർ. എന്താ? പഠിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ആവർത്തിക്കുക, 24 മണിക്കൂറിനുള്ളിൽ ആവർത്തിക്കുക, ഒരാഴ്ചക്കുള്ളിൽ ആവർത്തിക്കുക, സംഭവം സെറ്റാവും. ഓക്കെ. മൂന്നാമത്തെ മെത്തേഡ് എന്താണ്? സ്റ്റിക്കി നോട്ട് മെത്തേഡ്. മനസ്സിലാകാത്തത് നമ്മുടെ കണ്ണ് പതിക്കുന്ന സ്ഥലങ്ങളിൽ ഒട്ടിച്ച് വെച്ച് പഠിക്കുക, അത് കഴിയുമ്പോൾ മാറ്റി വയ്ക്കുക, അടുത്തത് ഒട്ടിക്ക് വയ്ക്കുക. നാലാമത്തതോ ലിങ്കിങ് മെത്തേഡ്. നമുക്ക് പഠിക്കേണ്ട കഠിനമായിട്ടുള്ള പോർഷൻസ് സിമ്പിൾ വാക്കുകളൊക്കെ ആക്കി അത് പിന്നീട് നമുക്ക് വിശദീകരിച്ച് എഴുതി പഠിക്കുന്ന കാര്യം. പിടികിട്ടിയല്ലോ? അപ്പോൾ മക്കളെ, പഠനം ഒരു ഭാരമാക്കരുത്. എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ പഠിക്കണം. വലിയ നിലകളിലെത്തണം. സഭയ്ക്കും കുടുംബത്തിനുമൊക്കെ അഭിമാനമായി മാറണം. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.